കേരള യൂണിവേഴ്സിറ്റി ബികോം തേർഡ് സെമസ്റ്റർ അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് ഒരു ഓവർവ്യൂ, അതായത് ഈ സബ്ജക്റ്റ് എന്താണെന്നും ഇതിൽ പ്രധാനമായിട്ട് നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം മൊഡ്യൂൾ വൈസ് കൃത്യമായിട്ട് ഒരു ഓവർവ്യൂ തരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു സബ്ജക്റ്റിൻ്റെ ക്ലാസ്സുകൾ മുഴുവനായിട്ടും ഈ സബ്ജക്റ്റിൻ്റെ എല്ലാ മൊഡ്യൂൾസും കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ലേൺ ഈസി ലേണിൻ്റെ വെബ് ആപ്പ് വഴി പെയ്ഡ് ക്ലാസ് ആയിട്ട് അവൈലബിൾ ആണ്. അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് മാത്രമല്ല, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന സബ്ജക്റ്റും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റും പെയ്ഡ് ക്ലാസ് ആയിട്ട് അവൈലബിൾ ആണ്. സോ ഈ ക്ലാസ്സിൻ്റെ ലിങ്ക് ഞാൻ അവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെങ്കിൽ, അതായത് ഫീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ ക്ലാസ് എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങൾ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന ഇത് നമ്മുടെ വാട്സാപ്പ് നമ്പറാണ്, നമ്മുടെ ലേൺ ഈസി ലേണിൻ്റെ ഒഫീഷ്യൽ വാട്സാപ്പ് നമ്പറാണ്. ഇതിലേക്ക് ജസ്റ്റ് ബികോം തേർഡ് സെം ക്ലാസ് ഡീറ്റെയിൽസ് വേണം എന്നൊരു മെസ്സേജ് ഇട്ടാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടെ പറയുന്നു, അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റുമാണ് നമ്മുടെ പെയ്ഡ് ക്ലാസ്സുകൾ. എന്നാൽ കമ്പനി അഡ്മിനിസ്ട്രേഷൻ, ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ്, ചില ബികോം സ്ട്രീമുകളെ സംബന്ധിച്ച് അവർക്ക് പ്രോജക്റ്റ് ഫിനാൻസ് ഉണ്ട്, മാനേജ്മെൻറ്റ് കോൺസെപ്റ്റ്സ് ആൻഡ് തോട്ട്സ് തുടങ്ങിയ സബ്ജക്റ്റുകളെല്ലാം ഫ്രീ ആണ്. ഈ ഫ്രീ ക്ലാസ്സുകളും ഞാൻ ഈ പറയുന്ന ലിങ്കിൽ അവൈലബിൾ ആണ്. അപ്പോൾ ബികോം തേർഡ് സെമസ്റ്ററിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ക്ലാസ്സുകളുടെ ഒരു ലിങ്ക് ഞാൻ അവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റും പേയ്മെൻറ്റ് ബേസിൽ, ഫീ ബേസിലാണ്. എന്നാൽ കമ്പനി അഡ്മിനിസ്ട്രേഷൻ, ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ്, പ്രോജക്റ്റ് ഫിനാൻസ്, മാനേജ്മെൻറ്റ് കോൺസെപ്റ്റ്സ് ആൻഡ് തോട്ട്സ്, ഇത്രയും സബ്ജക്റ്റുകൾ, ഈ 4 സബ്ജക്റ്റും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആകും. ഓക്കെ, ഈ ഒരു കാര്യം ഞാൻ ആദ്യമേ പറയുവാണ്. സോ ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന സബ്ജക്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുവാണ്. പരിചയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഈ 5 മൊഡ്യൂളും എന്താണ്, പ്രധാനമായിട്ടും എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം, അതെങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത് തുടങ്ങിയ ഒരു ഓവറോൾ ഐഡിയ ആണ് ഞാൻ തരുന്നത്. ഇത് കേട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടും. അതായത് ഇത്രയൊക്കെയാണ് ഞാൻ പഠിക്കേണ്ടത്, ഈ ഓരോ കാര്യങ്ങളും ഈ ഒരു ഫ്ലോയിലാണ് ഞാൻ പഠിക്കേണ്ടത്. അതായത് നമ്മൾ ചുമ്മാ എന്തെങ്കിലും വെറുതെ ഒരു മൊഡ്യൂൾ എടുത്ത് വെച്ചിട്ട് കുറേ കാര്യങ്ങളുണ്ട് എന്ന് പറയുകയല്ല. കൃത്യമായിട്ട് സിലബസ് ഒരു ഓർഡറിലാണ് ഇവർ കൊടുക്കുന്നത്. അല്ലാതെ ഇടയ്ക്കുന്നും മുറയ്ക്കുന്നും പഠിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. കൃത്യമായിട്ട് ഓരോ മൊഡ്യൂളും പഠിക്കുമ്പോൾ വ്യക്തമായിട്ട് നോക്കേണ്ടുന്നത്, നമുക്ക് 5 മൊഡ്യൂളുണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ, നമുക്ക് 5 മൊഡ്യൂളുണ്ട്. ഓക്കെ, പാർട്ട്ണർഷിപ്പ്, കൺസൈൻമെൻറ്റ്, ജോയിൻറ്റ് വെഞ്ചർ, ബ്രാഞ്ച് അക്കൗണ്ടിങ്, ഡിപ്പാർട്ട്മെൻറ്റൽ അക്കൗണ്ടിങ്, ഈ 5 മൊഡ്യൂളും വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇപ്പോൾ 15 മാർക്കിൻ്റെ പ്രോബ്ലം കൂടുതലായിട്ടും വരുന്നത്, ഞാൻ കൂടുതലെന്നേ പറയുന്നോളെ, കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ഈ പാർട്ട്ണർഷിപ്പും കൺസൈൻമെൻറ്റും ബ്രാഞ്ചിൽ നിന്നൊക്കെയാണ്. എന്നിരുന്നാൽ പോലും ജോയിൻറ്റ് വെഞ്ചറും ഡിപ്പാർട്ട്മെൻറ്റ് പോലും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 1-2 മൊഡ്യൂൾ പ്രധാനപ്പെട്ടതാണെന്ന് പറയുകയാണെങ്കിൽ വെറുതെ ഒന്ന് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. പാർട്ട്ണർഷിപ്പും കൺസൈൻമെൻറ്റും ബ്രാഞ്ചും ഒക്കെയാണ് പ്രധാനപ്പെട്ട മൊഡ്യൂൾ. കാര്യം കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന അതിൽ നിന്നൊക്കെയാണ്. എന്നിരുന്നാൽ പോലും 15 മാർക്കിന് ഡിപ്പാർട്ട്മെൻറ്റൽ അക്കൗണ്ടിങ്ങിൽ നിന്ന് പോലും വന്നിട്ടുണ്ട്. എളുപ്പമാണെന്ന് ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മൊഡ്യൂളിൻ്റെ നല്ല ബേസ് തൊട്ട് തുടങ്ങണം, എങ്കിൽ നിങ്ങൾക്ക് നല്ല എളുപ്പമാവും. ഓക്കെ, ഇതിൽ ഒന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സ് എന്നാണ് മൊഡ്യൂളിൻ്റെ പേര്. ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നത് ശ്രദ്ധിച്ചിരിക്കുക, കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ചാപ്റ്ററിൻ്റെ പേര് നോക്കിയാൽ പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സ്, പക്ഷേ ഇതിൽ പഠിക്കേണ്ടുന്നത് ഡിസല്യൂഷനാണ്. നമ്മുടെ സിലബസ് അനുസരിച്ച് നമുക്ക് ഡിസല്യൂഷൻ എന്നൊരു ടോപ്പിക്കാണ് പഠിക്കേണ്ടത്. അവിടെയും ചെറിയൊരു തിരുത്തുണ്ട്. പല കുട്ടികളും പറയുന്നത് ഡിസല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പാണ് പഠിക്കേണ്ടതെന്നാണ്. അത് തെറ്റാണ്. ഡിസല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പും ഡിസല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേമും രണ്ടും രണ്ടാണ്. അവിടെയാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഒന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ഡിസല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് അല്ല, ഡിസല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം ആണ്. അത് രണ്ടും രണ്ടാണ്. അപ്പം നമ്മുടെ സിലബസ് അനുസരിച്ച് നമുക്ക് പഠിക്കാനുള്ളത് ഡിസല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം ആണ്. അപ്പോൾ നാളെ ഒരു കാലത്ത് നിങ്ങൾക്ക് വല്ല ജോലിയും കിട്ടി, അല്ലെങ്കിൽ ഒരു ജോലി കിട്ടാനായിട്ട് ഒരു ഇൻ്റർവ്യൂവിനൊക്കെ ചെല്ലുമ്പോൾ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് നോക്കുമ്പോൾ അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കമ്പനിയുടെ മാനേജർ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ നിങ്ങളോട് ചോദിക്കും അതിലെന്തൊക്കെയാണ് പഠിച്ചത്. അപ്പോൾ നിങ്ങൾ കയറി പറയും ഡിസല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് പഠിച്ചിട്ടുണ്ട്. പുള്ളിയുടെ മനസ്സിൽ ഡിസല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പിൻ്റെ മീനിങ് വേറെയാണ്. വീണ്ടും പറയുവാണ്, ഡിസല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പും ഡിസല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേമും വേറെയാണ്. അപ്പം നമ്മുടെ സിലബസ് അനുസരിച്ച് നമുക്ക് ഡിസല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് അല്ല പഠിക്കേണ്ടത്, ഡിസല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേമാണ്. അപ്പോൾ തുടങ്ങുന്നത് ശരിക്കും പറഞ്ഞാൽ പാർട്ട്ണർഷിപ്പിൻ്റെ ഇൻട്രൊഡക്ഷൻ ഉണ്ട്, ഫീച്ചേഴ്സ് ഉണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ പ്രിപ്പറേഷൻ, പെർമനൻറ്റ് ക്യാപിറ്റൽ ബേസിൽ അക്കൗണ്ട് ഉണ്ട്, കറണ്ട് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് കുറേ മെത്തേഡൊക്കെ ഉണ്ട്. ആ ബേസിക്സ് എല്ലാം നമ്മുടെ ക്ലാസ്സിലുണ്ട്. ഏറ്റവും ബേസ് ലെവൽ ക്ലാസ് തൊട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഡിസല്യൂഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനുണ്ട്, റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ പ്രിപ്പറേഷൻ, ഇതെല്ലാം വന്നതിന് ശേഷം നമുക്ക് ശരിക്കുമുള്ള വെല്ലുവിളി വരുന്നത് ഇൻസോൾവൻസിയാണ്. അതായത് പാർട്ട്ണറുടെ ഇൻസോൾവൻസിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രോബ്ലംസ് വരുമ്പോൾ അവിടെ നമുക്ക് ഇതാണ് 15 മാർക്ക്. കണ്ടോ, ഗാർണർ വേഴ്സസ് മുറേ പ്രിൻസിപ്പിൾ. അത് പഠിച്ചു കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ മറ്റൊരു ടോപ്പിക്കും ഉണ്ട്. ഇത്
ഗ്രാജുവൽ റിയലൈസേഷൻ ആൻഡ് പീസ് മീൽ ഡിസ്ട്രിബ്യൂഷൻ, ഗ്രാജുവൽ റിയലൈസേഷൻ ആൻഡ് പീസ് മീൽ ഡിസ്ട്രിബ്യൂഷൻ. ഇത്രയും കാര്യങ്ങൾ ശരിക്കും കുറച്ചധികം ഉണ്ട് കേട്ടോ. ഈ പറയുന്ന ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം ആണ് പഠിക്കാനുള്ളത്. അതിനകത്ത് തന്നെ ഇൻസോൾവൻസിക്ക് മുൻപായിട്ട് കുറേ കാര്യങ്ങളുണ്ട്. ഇൻസോൾവൻസിക്കകത്ത് തന്നെ ഗാർണർ വേഴ്സസ് മുറേ പ്രിൻസിപ്പിൾ പഠിക്കാനുണ്ട്. കൂടാതെ ഇത് പ്രധാനപ്പെട്ടതാണ്, ഗ്രാജുവൽ റിയലൈസേഷൻ ആൻഡ് പീസ് മീൽ ഡിസ്ട്രിബ്യൂഷൻ. അത്യാവശ്യം നന്നായിട്ട് നോക്കാമെന്നുണ്ടെങ്കിൽ നല്ല എളുപ്പമായിട്ട് തന്നെ പോകും. കാര്യം ഇത് ബേസിക്കലി ഡെബിറ്റ് ക്രെഡിറ്റുള്ള കളിയാണ്. ജസ്റ്റ് ഡെബിറ്റ് ക്രെഡിറ്റ്. ഇപ്പം അസറ്റ് എന്ന് പറഞ്ഞാൽ ഡെബിറ്റാണ്, അസറ്റ് ഡെബിറ്റാണ്. അപ്പോൾ അസറ്റ് ഇല്ലാതാക്കാൻ ക്രെഡിറ്റ് ചെയ്യണം. ഈ ലോജിക്കാണ്. ലൈബിലിറ്റി എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് ആണ്, ലൈബിലിറ്റിക്ക് ക്രെഡിറ്റ് ആണ്. അപ്പോൾ ലൈബിലിറ്റി ഇല്ലാതാക്കാൻ ഡെബിറ്റ് ചെയ്യണം. ഈ കളിയാണ് മെയിനായിട്ട് കളിക്കുന്നത്. അപ്പോൾ ഡെബിറ്റും ക്രെഡിറ്റും നല്ലതുപോലെ അറിയാമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമ്മുടെ ക്ലാസ്സുകളും കൂടെ ഫോളോ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, കാര്യം ഇത് ബേസിക്കലി ഡെബിറ്റ് ഐറ്റം ഇല്ലാതാക്കാൻ ക്രെഡിറ്റ് ചെയ്യണം, ക്രെഡിറ്റ് ഐറ്റം ഇല്ലാതാക്കാൻ ഡെബിറ്റ് ചെയ്യണം. ഈ ഒരു റൂൾ വെച്ചാണ് ഇത് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് അത്ര നിസ്സാരമല്ല, കുറച്ച് അധികം ടോപ്പിക്കുകളുണ്ട്. അതിൽ തന്നെ ഗാർണർ വേഴ്സസ് മുറേ പ്രിൻസിപ്പിൾ കൊണ്ട് പഠിച്ച് നിർത്തരുത്. ഈ പറയുന്ന പീസ് മീൽ ഡിസ്ട്രിബ്യൂഷൻ, ഇതും നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓക്കെ, രണ്ടാമത്തെ മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ ഇതുമായിട്ട് കണക്ഷൻ ഒന്നുമില്ല. നിങ്ങൾക്ക് വ്യത്യസ്തങ്ങളായ 5 മൊഡ്യൂളാകട്ടോ, വ്യത്യസ്തങ്ങളായ 5 മൊഡ്യൂളാണ്, തമ്മിൽ കണക്ഷൻ ഒന്നുമില്ല. അടുത്ത മൊഡ്യൂൾ പ്രധാനമായിട്ടും ഒരുപാട് തിയറി പോർഷൻ ഉണ്ട്. ഈ കൺസൈൻമെൻ്റ് എന്ന മൊഡ്യൂളിൽ നിന്ന് കൂടുതലും 1 മാർക്ക് 2 മാർക്ക് 4 മാർക്ക് തിയറി നല്ല പോലെ വരും. ഇതിൽ നിന്നൊരു എസ്സേ പോലും കിടപ്പുണ്ട് കേട്ടോ, തിയറി എസ്സേ. കൺസൈൻമെൻറ്റും സെയിലും തമ്മിലുള്ള ഡിഫറൻസ് ഒരിക്കൽ എസ്സേ ആയിട്ട് 15 മാർക്കിൻ്റെ എസ്സേ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെയും ഒരു തിയറി എസ്സേ കിടപ്പുണ്ട്. മോഡ് ഓഫ് ഡിസൊല്യൂഷൻ, മോഡ് ഓഫ് ഡിസൊല്യൂഷൻ, ഏതൊക്കെ രീതിയിൽ പാർട്ട്ണർഷിപ്പ് ഫേം ഡിസൊല്യൂഷൻ സംഭവിക്കാം. തിയറിയാണ് ഇനി പറയുന്നത്, പ്രോബ്ലംസ് ഏത് വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ, ഞാൻ പറയുന്നത് ഒന്നാമത്തെ മൊഡ്യൂളിലും ഒരു തിയറി എസ്സേ കിടപ്പുണ്ട്, മോഡ് ഓഫ് ഡിസൊല്യൂഷൻ. പിന്നെ ഒരിക്കൽ ചോദിച്ചതെന്ന് പറഞ്ഞാൽ ഈ പീസ് മീൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോബ്ലം അല്ല, അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എഴുതിയാൽ മതി. മെത്തേഡ് എങ്ങനെയാണ് നമ്മൾ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുന്നത്. പക്ഷെ അത് എഴുതണമെങ്കിൽ കണക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയണമല്ലോ. നമുക്കൊരു പ്രോബ്ലം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എഴുതാൻ പറഞ്ഞാൽ അത് ആ പ്രോബ്ലം ചെയ്യുന്നത് അറിഞ്ഞല്ലേ പറ്റൂ. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ശരിക്കും പറഞ്ഞാൽ തിയറി പോർഷനും കുറച്ച് അധികമുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് മൊഡ്യൂളിൽ നിന്നും തിയറീസ് വരാം. സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 2 വ്യക്തികളാണ്, കൺസൈനറും കൺസൈനിയും. കൺസൈനറുടെ ബുക്കും വരയ്ക്കാനുണ്ട്, കൺസൈനിയുടെ ബുക്കും വരയ്ക്കാനുണ്ട്. കൂടുതലും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് കൺസൈനറുടെ ബുക്കാണ്. കാര്യം കൺസൈനറാണ് കൺസൈൻമെൻറ്റ് അക്കൗണ്ട് വരയ്ക്കുന്നത്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട അക്കൗണ്ടാണ് കൺസൈൻമെൻറ്റ് അക്കൗണ്ട്. ഇവിടെയും ഡെബിറ്റിൻ്റെയും ക്രെഡിറ്റിൻ്റെയും കളിയാണ്. എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഡെബിറ്റാണ്, നമുക്കതങ്ങനെ റൂളാണ്. എക്സ്പെൻസ് ഡെബിറ്റാണ്, ഇൻകം ക്രെഡിറ്റ് ആണ്. ഈ ഒരു റൂൾ വെച്ചാണ് ബേസിക്കലി നമ്മൾ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഈ കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൻ്റെ കേസിൽ കുറേ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. അവിടെ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് വരും, കമ്മീഷൻ, കമ്മീഷനിൽ തന്നെ ഡെൽക്രീഡറി കമ്മീഷൻ ഉള്ള പ്രോബ്ലവും വരും, ഡെൽക്രീഡറി കമ്മീഷൻ ഇല്ലാത്തതും വരും. അങ്ങനെയൊക്കെയാണ് നമ്മുടെ പ്രോബ്ലംസ് വരുന്നത്. പിന്നീട് അവിടെ ലോസ്, നോർമൽ ലോസ്, അബ്നോർമൽ ലോസ്, ലോസ് ഇൻ ട്രാൻസിറ്റ് എന്ന് പറഞ്ഞ കുറേ പ്രോബ്ലംസ് വരും. പിന്നീട് വരുന്നതാണ് ലോഡിങ്. ഇപ്പോൾ നിങ്ങൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഈ പ്രോബ്ലം ഒന്നും അറിയാത്തവർ പറയും, ലോഡിങ് എന്ന് പറയുമ്പോൾ ഈ സാധനങ്ങൾ ചുമന്ന് കയറ്റുന്നില്ലേ. അല്ല, അതല്ല ലോഡിങ്. കോസ്റ്റ് പ്രൈസിനേക്കാളും വില കൂട്ടി ഇൻവോയ്സ് പ്രൈസിൽ വെക്കുന്ന ഒരു പരിപാടിയാണ് ഈ ലോഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ലോഡിങ്ങിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ ഇത്രയും പ്രോബ്ലംസ് കയറിയാണ് ഈ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് വരുന്നത്. ഈ ഓരോ അഡ്ജസ്റ്റ്മെൻറ്റും പഠിച്ച് പോകുമ്പം തമ്മിൽ മറന്നു പോകരുത്. ഫസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് പഠിച്ചിട്ട് അത് മറന്നിട്ടല്ല രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് പഠിക്കേണ്ടത്. കാരണം എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും ചേർത്ത് മാത്രമേ ഈ പ്രോബ്ലംസ് വരത്തുള്ളൂ. ഓക്കെ, കൺസൈൻമെൻറ്റ് കഴിഞ്ഞാൽ അടുത്ത താരതമ്യേന സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണ് ഈ ജോയിൻറ്റ് വെഞ്ചർ. ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറയുമ്പോൾ ഒന്നിലധികം ആളുകൾ ചേർന്ന് നടത്തുന്നൊരു ബിസിനസ്സാണ്. പക്ഷേ ഇത് പാർട്ട്ണർഷിപ്പ് അല്ല കേട്ടോ. ജോയിൻറ്റ് വെഞ്ചറും പാർട്ട്ണർഷിപ്പും രണ്ടാണ്. ഇവിടെ 2 ആളുകൾ, ഇപ്പോൾ എയും ബിയും ചേർന്ന് ജോയിൻറ്റ് വെഞ്ചർ നടത്തുന്നു എന്ന് പറഞ്ഞാൽ എയും ബിയും കൂടെ പാർട്ട്ണർഷിപ്പിലാണെന്നല്ല, വ്യത്യാസമുണ്ട്. ജോയിൻറ്റ് വെഞ്ചറും പാർട്ട്ണർഷിപ്പും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് നമ്മുടെ സിലബസിലും പഠിക്കാനും ഉണ്ട്. ഓക്കെ, ജോയിൻറ്റ് വെഞ്ചറിലൊരു 4 മെത്തേഡാണ് ഉള്ളത്. 4 മെത്തേഡ് കമ്പാരിറ്റീവ്ലി എളുപ്പമാണ്. അതിൽ ആ 4ാമത്തെ മെത്തേഡ് ജോയിൻറ്റ് ബാങ്ക് മെത്തേഡ് എന്ന് പറയും. ആ 4ാമത്തെ മെത്തേഡാണ് കൂടുതലും പരീക്ഷയ്ക്ക് 15 മാർക്കിനൊക്കെ വരുന്നത്. ഈ 4 മെത്തേഡിൻ്റെ പേരെന്താണെന്ന് പോലും 4 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. 4 മെത്തേഡിൻ്റെ പേര് ചുമ്മാ എഴുതി വെച്ചാൽ 4 മാർക്ക് കിട്ടും. അപ്പോൾ ഇത് പ്രശ്നം എന്താണെന്നറിയോ, ഒന്നും പഠിക്കാതെ പോകുന്നവർക്കാണ് ഈ പ്രശ്നം വരുന്നത്. ഒന്നും പഠിക്കത്തില്ല, എന്നിട്ട് പറയും പരീക്ഷ ഭയങ്കര പാടായിരുന്നു. പക്ഷേ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ എക്സാം എപ്പോഴും എളുപ്പമായിരിക്കണോ. എക്സാം എളുപ്പമാണെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് ഈ 4 മെത്തേഡിൻ്റെ പേരറിയാത്ത ആൾക്ക് അത് എളുപ്പമായിട്ട് വരത്തില്ല. അപ്പോൾ ജോയിൻറ്റ് വെഞ്ചറിൻ്റെ കേസിൽ നമ്മൾ ആ 4 മെത്തേഡും ഡീൽ ചെയ്യുന്നുണ്ട്. ഈ 4 മെത്തേഡും കൃത്യമായിട്ട്
ജേണലും ലെഡ്ജറും എല്ലാം വരുന്നുണ്ട്. അത് കൃത്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്ത് പ്രോബ്ലംസ് എല്ലാം വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പെയ്ഡ് ക്ലാസ്സിൽ നമ്മുടെ അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഈ പറയുന്ന എല്ലാ ടോപ്പിക്കുകളും കവേർഡാണ്. ഓക്കെ, മറ്റൊരു വലിയ മൊഡ്യൂൾ, ഇത് കമ്പയറ്റ് കുറച്ച് വലുതാകട്ടെ, ഒരുപാട് പഠിക്കാനുണ്ട്. ഇതാണ് ഏറ്റവും വലിയ മൊഡ്യൂൾ, നമ്മുടെ ഏറ്റവും വലിയ മൊഡ്യൂളാണ് ബ്രാഞ്ച് അക്കൗണ്ടിങ്. പക്ഷേ ആദ്യം തന്നെ പറയട്ടെ, ബ്രാഞ്ച് അക്കൗണ്ടിങ്ങിൽ കൺസൈൻമെൻറ്റ് അത്യാവശ്യം നന്നായിട്ട് അറിയാമെങ്കിൽ, കൺസൈൻമെൻറ്റ് എന്ന മൊഡ്യൂൾ നന്നായിട്ട് അറിയാമെങ്കിൽ കുറേ ലോജിക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, കൺസൈൻമെൻറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ കൺസൈനറും കൺസൈനിയും തമ്മിലുള്ള ഇടപാടാണ്. കൺസൈനറും കൺസൈനിയും തമ്മിലുള്ള ഇടപാടാണ്. ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഹെഡ് ഓഫീസും ബ്രാഞ്ചും തമ്മിലുള്ള ഇടപാടാണ്. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ സെയിം ആയിട്ട് തന്നെ വരുന്നുണ്ട്. കാര്യം ഇവിടെയും ലോഡിംഗ് ഒക്കെ ഉണ്ട്. കോസ്റ്റ് പ്രൈസിനേക്കാളും ഇൻവോയ്സ് പ്രൈസ് കൂട്ടിയൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് നന്നായിട്ട് അറിയാവുന്ന ഒരാൾക്ക് ഇവിടെ വന്ന് ലോഡിംഗ് ഒന്നും പ്രശ്നമാവത്തില്ല. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. വലിയൊരു മൊഡ്യൂളാണ്, അത്യാവശ്യം വലിയ മൊഡ്യൂളാണ്. ഇവിടെ നമുക്ക് 4 മെത്തേഡ് ഇവിടെയും ഉണ്ട്. ഡെറ്റേഴ്സ് സിസ്റ്റം, സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സ് സിസ്റ്റം, ഫൈനൽ അക്കൗണ്ട് സിസ്റ്റം, ഹോൾസെയിൽ ബ്രാഞ്ച് സിസ്റ്റം എന്ന് പറയുന്ന 4 മെത്തേഡ് പഠിക്കാനുണ്ട്. ആ 4 മെത്തേഡും പ്രധാനപ്പെട്ടതാണ്. ഫൈനൽ അക്കൗണ്ട് സിസ്റ്റമൊക്കെ പരീക്ഷയ്ക്ക് ഒരുവണ ചോദിച്ചിട്ടുണ്ട്, റയറായിട്ട്. കൂടുതലും ചോദിക്കുന്നത് ഒന്നുകിൽ ഡെറ്റേഴ്സ് സിസ്റ്റം ആയിരിക്കും, അല്ലെങ്കിൽ സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സ് സിസ്റ്റം. എളുപ്പമാണ്, നമ്മൾ അക്കൗണ്ടുകൾ കൃത്യമായിട്ട് ഡെബിറ്റും ക്രെഡിറ്റും തിരിച്ചറിഞ്ഞാൽ മാത്രം മതി. പിന്നെ ഹെഡ് ഓഫീസിൻ്റെ ബുക്കിൽ കുറച്ച് പ്രോബ്ലം വരും. ഓക്കെ, അത് കൂടുതലും ഈ 2 മാർക്കിനൊക്കെ വരാറുള്ളൂ. ദെൻ ഡിപ്പാർട്ട്മെൻറ്റിനെ അങ്ങനെ കളിയാക്കി കളയണ്ട. ആ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇല്ലേ, ഇതെവിടെ പഠിച്ച് സെക്കൻഡ് സെമ്മിൽ പഠിച്ച്. സെക്കൻഡ് സെമ്മിൽ ട്രേഡിംഗ് പി ആൻഡ് അക്കൗണ്ട് പഠിച്ചില്ലേടോ, ഏതാണ്ട് അതിൻ്റെ ആപ്ലിക്കേഷൻ തന്നെയാണ്. പക്ഷേ ഡിപ്പാർട്ട്മെൻറ്റൽ അക്കൗണ്ടിംഗ് എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ്സിന് ഒരേപോലത്തെ 2 ഡിപ്പാർട്ട്മെൻറ്റ്. ഇപ്പോൾ 2 സോപ്പ് എന്ന് വിചാരിച്ചു, ലെക്സും നമ്പർ 1ഉം. ലെക്സ് നമ്പർ 1 2 സോപ്പാണ്. ഈ 2 സോപ്പും ഒരു ബിസിനസ്സാണ് നിർമ്മിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും 2 ഡിപ്പാർട്ട്മെൻറ്റായിട്ട് കണ്ടിട്ടാണ് ഇവർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. അതാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റൽ അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. കമ്പാരിറ്റീവ്ലി ആദ്യമൊക്കെ എളുപ്പമാണ്, പക്ഷേ പിന്നീട് അങ്ങോട്ട് ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ ട്രാൻസ്ഫർ വരും. അതായത് ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പൈസയോ ഗുഡ്സോ ഒക്കെ ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ അത് തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്യണം. കാര്യം ഇത് രണ്ടും ഒരാളുടെയാണ്. ഈ 2 ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ബിസിനസ്സിൻ്റെ അല്ലേ. അപ്പോൾ അവർ തമ്മിലുള്ള ട്രാൻസാക്ഷൻ ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന പ്രോബ്ലമൊക്കെ വരും. അപ്പോൾ ഇത്രയാണ് നമുക്ക് പ്രധാനമായിട്ടും അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ പഠിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുഴുവൻ ക്ലാസ്സുകളും, ഈ 5 മൊഡ്യൂളിൻ്റെയും കംപ്ലീറ്റ് ആയിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും, കംപ്ലീറ്റ് ക്ലാസ്സുകളും നമ്മുടെ വെബ് ആപ്പ് വഴി ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. ഞാൻ ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം, അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നേ ഉള്ളൂ. അതല്ല, എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ, ജോയിൻ ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ഒഫീഷ്യൽ വാട്സാപ്പ് നമ്പർ. ഇതിലേക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് ഇട്ടാൽ മതി. ബികോം തേർഡ് സെം ക്ലാസ്സുകളുടെ ഡീറ്റെയിൽസ് ആവശ്യമുണ്ടെന്നൊരു മെസ്സേജ് ഇട്ടാൽ മാത്രം മതി. ഇത് കൂടാതെ വീണ്ടും പറയുന്നു, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, അത് ഈ ബികോം ഫിനാൻസുകാർക്ക് മാത്രം വരുന്ന സബ്ജക്റ്റാണ്, എല്ലാവർക്കും വരത്തില്ല. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റും നമുക്ക് പെയ്ഡ് ക്ലാസ് ആയിട്ട് അവൈലബിൾ ആണ്. എന്നാൽ എല്ലാവർക്കും വരുന്ന കമ്പനി അഡ്മിനിസ്ട്രേഷൻ, ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ്, ഇത് രണ്ടും ഫ്രീ ആണ്. ചില സ്ട്രീമുകൾക്ക് പഠിക്കാനുണ്ട് പ്രോജക്റ്റ് ഫിനാൻസ്, ഫ്രീ ആണ്. ചിലർക്ക് പഠിക്കാനുണ്ട് മാനേജ്മെൻറ്റ് കോൺസെപ്റ്റ്സ് ആൻഡ് തോട്ട്സ്, ഫ്രീ ആണ്. അപ്പോൾ അങ്ങനെ ഫ്രീ ക്ലാസ്സും പെയ്ഡ് ക്ലാസ്സും എല്ലാം തേർഡ് സെമ്മിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ചേർത്തുള്ള ലിങ്കാണ് ഇവിടെ കൊടുക്കുന്നത്. ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ മതി. അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ പെയ്ഡ് ക്ലാസ്സും ഫ്രീ ക്ലാസ്സും കാണാം. അത് കയറി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെങ്കിൽ, ഫീസുമായിട്ട് ബന്ധപ്പെട്ടോ ജോയിൻ ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ടോ എന്തെങ്കിലും ഡീറ്റെയിൽസ് ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പർ ജസ്റ്റ് ഒന്ന് വാട്സാപ്പ് ചെയ്താൽ മതി. ഓക്കെ, തേർഡ് സെം ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ആവശ്യമുണ്ടെന്ന ഡീറ്റെയിൽസിൽ വാട്സാപ്പ് ചെയ്താൽ മാത്രം മതി, കൃത്യമായിട്ട് തരാം. ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറയുന്ന 5 മൊഡ്യൂളിൻ്റെ ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. ഒരിക്കൽ കൂടെ പറയുന്നു, ഇതൊരു തേർഡ് സെം എക്സാമിന് വേണ്ടി എന്നും പറഞ്ഞല്ല. എക്സാമിന് നിങ്ങൾ പരീക്ഷ എഴുതി മാർക്ക് മേടിച്ചിട്ട് ഇതങ്ങ് മറന്നിട്ട് കാര്യമില്ല. ഒരു ബികോം എന്ന് പറയുന്നത് ഇനി അങ്ങോട്ടുള്ള പഠിത്തത്തിൻ്റെ ബേസാണോ. ഇപ്പോൾ നിങ്ങൾക്ക് CMAയോ CS ACCAയോ CAയോ CPAയോ തുടങ്ങിയ കോഴ്സുകളുണ്ട്, പ്രൊഫഷണൽ കോഴ്സ്. അവിടെ ചെല്ലുമ്പം അവിടെ ആരും നിങ്ങളെ ഒന്നും ബേസ് പഠിപ്പിക്കത്തില്ല. ബേസ് നിങ്ങൾ ബികോമിൽ പഠിച്ചല്ലോ. അപ്പോൾ അതിന് വേണ്ടിയും കൂടെ ചേർത്താണ് നമ്മൾ ഡീറ്റെയിൽഡ് ക്ലാസ് എടുക്കുന്നത്. നിങ്ങളുടെ ഹയർ എഡ്യൂക്കേഷനും കൂടെ വേണ്ടി മനസ്സിൽ കണ്ടിട്ടാണ് നമ്മൾ ഓരോ മൊഡ്യൂളും ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ എടുക്കുന്നത്. അല്ലാതെ വെറുതെ പരീക്ഷയ്ക്ക് കുറച്ച് മാർക്ക് മേടിച്ച് തരലല്ല നമ്മുടെ പരിപാടി. നിങ്ങളുടെ ക്ലാസ് നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾ ഫർദർ റെഫർ, കാരണം ഈ ക്ലാസ്സിൽ എന്ന് പറയുന്നത് ലൈഫ് ടൈം ആക്സസ് ആണ്. നിങ്ങൾ ഈ ക്ലാസ് ആക്സസ് ചെയ്താൽ, നമ്മുടെ ക്ലാസ് ആക്സസ് ചെയ്താൽ പരീക്ഷ കഴിയുമ്പോൾ അത് പോകത്തൊന്നുമില്ല. ലൈഫ് ടൈമാണ്. എത്ര വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് ഏത് കോഴ്സ് പഠിക്കുമ്പോഴും റെഫർ ചെയ്യാം, എന്തും ചെയ്യാം. ഓക്കെ, അപ്പം ലൈഫ് ടൈം ആക്സസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് ഓരോ പ്രോബ്ലം പഠിപ്പിക്കുന്നത്. ബേസ് ലെവലോട്ടുണ്ട്. ഇപ്പോൾ ഇതൊക്കെ തേർഡ് സെം ആണ്, നിങ്ങൾ പ്ലസ് ടു ഇതൊക്കെ പഠിച്ചതല്ലേ, അങ്ങനല്ല. എല്ലാ മൊഡ്യൂളിൻ്റെയും ഏറ്റവും ബേസ് തൊട്ട് തുടങ്ങും. ഒന്നും അറിയാത്തൊരു കുട്ടിക്കും ഇവിടുന്ന് തുടങ്ങിയാൽ മതി എന്ന അർത്ഥത്തിലാണ്. ഇപ്പോൾ നിങ്ങൾ സെക്കൻഡ് സെം അക്കൗണ്ടിങ് പഠിച്ചത് കുറച്ച് എന്തെങ്കിലും ഫോൾട്ട് വന്ന് വിചാരിക്കുക, എനിക്ക് സെക്കൻഡ് സെം അക്കൗണ്ടിങ് ഓക്കെ അല്ല എന്ന് കരുതി തേർഡ് സെമ്മിൽ നിങ്ങൾക്ക് പ്രശ്നം വരരുത്.
ആ രീതിയിൽ നമ്മൾ എല്ലാ മൊഡ്യൂളിൻ്റെയും ഏറ്റവും ബേസിക് ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടെ ജസ്റ്റ് ആ നമ്പർ ഒന്ന് കാണിക്കുവാണ്. എന്തെങ്കിലും ഡീറ്റെയിൽസ് ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ ജസ്റ്റ് വാട്സാപ്പ് ചെയ്താൽ മതി. വാട്സാപ്പിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം തേർഡ് സം ബികോം ക്ലാസ് ഡീറ്റെയിൽസ് ആവശ്യമുണ്ടെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഫുൾ കാര്യങ്ങൾ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഓക്കെ.